ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു എഗ്ലെസ് ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ്. എഗ്ഗ് കഴിക്കാത്തവർക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രൗണിയാണിത്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോയാലോ? അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലൊരു 1/4 ഭാഗം മാത്രം വെള്ളമൊഴിച്ച് തിളക്കാൻ വയ്ക്കുക. തിളക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അതിനു മുകളിൽ ഒരു ബൗൾ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത 1 കപ്പ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഗ്രാം അളവിൽ പറയുകയാണെങ്കിൽ 150 ഗ്രാം ചോക്ലേറ്റ് ഉണ്ട്. അതിൽ 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും 50 ഗ്രാം മിൽക്ക് കോമ്പൗണ്ടുമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 60 ഗ്രാം ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ബട്ടറും ചോക്ലേറ്റും മെൽറ്റാക്കി എടുക്കാം. ഡബിൾ ബോയിലിംഗ് ചെയ്യുന്ന ടൈമിൽ ബട്ടറും ചോക്ലേറ്റും വച്ച പാത്രം മുകളിൽ വച്ചതിന് ശേഷം ഒരിക്കലും തീ ഹൈ ഫ്ലെയിമിലാക്കരുത്. അങ്ങനെ ചെയ്താൽ വെള്ളം നല്ലോണം തിളച്ച് അതിൻ്റെ ആവി ചോക്ലേറ്റിൽ വന്ന് തട്ടും. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ആവാതെ പോകും. അതുകൊണ്ട് തീ ലോ ഫ്ലെയിമിൽ തന്നെ വച്ചിരുന്നാൽ മതി. ഇപ്പോൾ ഇതാ ബട്ടറും ചോക്ലേറ്റും എല്ലാം മെൽറ്റായി തുടങ്ങുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഇൻസ്റ്റന്റ് കോഫി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 രൂപയുടെ ഒരു പാക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഇളക്കി മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ബട്ടറും ചോക്ലേറ്റും എല്ലാം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനത് ഒരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രാം അളവിൽ പറയുകയാണെങ്കിൽ 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം നന്നായി മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് മൈദയാണ് എടുക്കുന്നത്. മൈദ ഒരു 75 ഗ്രാം ആണുള്ളത്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർക്കാം. കൊക്കോ പൗഡർ ഏകദേശം 20 ഗ്രാം ആണുള്ളത്. അതിനുശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. എഗ്ലെസ് ബ്രൗണി ആയത് കാരണം ഇവിടെ ബേക്കിംഗ് പൗഡർ ആവശ്യമാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായി അരിച്ചു വയ്ക്കാം. അരിച്ചതിന് ശേഷം ഒരു വിസ്ക് വെച്ച് എല്ലാം കൂടി നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് മിക്സിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിടുന്നില്ല. 2 പ്രാവശ്യമായിട്ടാണ് മൈദ ഇട്ട് മിക്സ് ചെയ്യുന്നത്. ആദ്യം ചേർത്ത ഫ്ലോർ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഫ്ലോർ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ.
എൻ്റെ ബാറ്റർ ഇത്തിരി തിക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലോർ മിക്സ് ചെയ്യുന്ന ടൈമിൽ 2-3 ടേബിൾ സ്പൂൺ മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ മിൽക്കൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി റെഡിയാക്കി വെച്ച ബാറ്റർ ഒരു ബേക്കിംഗ് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ച് ബേക്കിംഗ് ടിന്നാണ് എടുക്കുന്നത്. ഞാനിവിടെ ബ്രൗണി കുറച്ച് തിന്നായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് 8 ഇഞ്ച് ബേക്കിംഗ് ടിൻ എടുത്തത്. 6 ഇഞ്ച് ടിന്നിൽ ചെയ്യുകയാണെങ്കിൽ ബ്രൗണിക്ക് കുറച്ചുകൂടി തിക്നെസ് ഉണ്ടാകും. ബാറ്റർ എല്ലാം ടിന്നിലേക്ക് ഒഴിച്ച് എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായി കുറച്ച് ചോക്കോ ചിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് ബേക്ക് ചെയ്യാനായി വയ്ക്കാം. ഞാനിവിടെ ഓവനിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം 160 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുത്തത്. എന്നാൽ ഗ്യാസ് സ്റ്റോപ്പിൽ ബേക്ക് ചെയ്യുന്നതാണെങ്കിൽ 10 മിനിറ്റ് അലുമിനിയം ചെമ്പ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ബ്രൗണി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം ടിന്നിൽ നിന്നും റിമൂവ് ചെയ്യാം. ബ്രൗണി ഇവിടെ നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ബ്രൗണി ഞാനിവിടെ പീസാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് നമുക്ക് ബ്രൗണിയുടെ ടെക്സ്ചർ ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ നല്ല അടിപൊളി ടെക്സ്ചറിൽ തന്നെ ബ്രൗണി കിട്ടിയിട്ടുണ്ട്. ഉൾവശമൊക്കെ നല്ല ചുയിയായ ടെക്സ്ചറിൽ തന്നെ ഉണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.